സൈബർ എന്താണ്? ആർക്ക് പറയാം എന്താണ് സൈബറിന്റെ എന്താ? എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് സൈബർ ഒഫൻസസ്? ഇന്റർനെറ്റ്, അതുപോലെ മൊബൈൽ. കറക്റ്റ്. കാരണം ഈ ഇന്റർനെറ്റിലെ ചതിക്കുഴികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കമ്പ്യൂട്ടർ ലാപ്ടോപ്പുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇല്ലാന്ന് പറയുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ തന്നെ ഇതിനകത്ത് എല്ലാം ഉണ്ട്. എന്തൊക്കെ സാധനങ്ങൾ നിങ്ങളുടെ പഴയ കാലത്ത് നിങ്ങൾ ഉപയോഗിച്ചിരുന്ന എന്തൊക്കെ സാധനങ്ങൾ അപ്രത്യക്ഷമായി നോക്കിയാൽ മതി. നിങ്ങൾക്ക് ക്ലോക്ക് വേണ്ട, വാച്ച് വേണ്ട, ഫോൺ ചെയ്യാനായിട്ട് സാധനം വേണ്ട. പിന്നെ അത് കണക്ക് ബുക്കുകൾ, ഇപ്പം ഈ പഴയ കണക്ക് ബുക്കുകളൊന്നും കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം അമേരിക്കയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പൊ തന്നെ പിന്നെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയിൽ നേരിട്ട് കണ്ട് സംസാരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ അതിനകത്ത് എനിക്ക് വന്നിട്ടുള്ള പരാതികൾ ഏറ്റവും കൂടുതൽ ഈ ഫോൺ വഴി അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക്, വാട്സാപ്പ് വഴി വന്നിട്ടുള്ള മെസ്സേജ് വഴിയുള്ള ചീറ്റിങ്ങുകളാണ് വരുന്നത്. നിങ്ങൾക്കും അറിയാമായിരിക്കും. 5 ലക്ഷം പൗണ്ട് ലോട്ടറി അടിച്ചു എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഒരുപാട് കാലങ്ങൾ മുമ്പുള്ളതാണ്. 5 ലക്ഷം പൗണ്ട് ലോട്ടറി അടിച്ചു എന്ന് പറയും. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് അത് അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ആദ്യം അതിന് ടാക്സ് ഇനത്തിൽ ഇത്ര രൂപ അടയ്ക്കണം, ഒരു കാര്യം ചെയ്യും, ആ പൈസ അടയ്ക്കുമെന്നുണ്ടെങ്കിൽ കിട്ടുമെന്ന് പറയും. അപ്പോൾ അത് അടച്ചു കൊടുക്കും. പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് സർവീസ് ചാർജ് അത് ഇതെന്ന് പറയും കൂടി പോയി അങ്ങനെ ഒന്ന്. രണ്ട്, ഇപ്പൊ നമുക്ക് പിന്നീട് വരുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ ഈ ഓൺലൈൻ ബാങ്കിങ് എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓൺലൈൻ ബാങ്കിങ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ജിപേ ഉണ്ട്. അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ. നമുക്കിപ്പം എവിടെയെങ്കിലും പേയ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരിക്കലും കാശ് കൊണ്ട് നടക്കാറില്ല. നമ്മളിപ്പോൾ വലിയ ടൂറിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഫോണിനകത്ത് തന്നെ എല്ലാ സാധനമുണ്ട്. ഈ പണ്ട് നമ്മൾ ATM കാർഡ് ഉണ്ടായിരുന്നു. അത് പണ്ടല്ല, 1-2 വർഷം മുമ്പ് വരെയും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ATM കാർഡ് ഉണ്ട്. ATM കാർഡ് കൊണ്ടിട്ട് ATM ഇടും, അതിൽ നിന്ന് പൈസ എടുക്കും. ഇപ്പൊ അതൊക്കെ മാറിയിട്ട് നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് എടുക്കുന്ന രീതിയിലേക്ക് വരെ ഉള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നടന്നത്. ഇപ്പൊ ചുമ്മാ ഒന്ന് കാണിച്ചാൽ മതി, സ്കാൻ ചെയ്ത് പോകും. ഇതിനെ ഒക്കെ ബന്ധപ്പെടുത്തി ഒരുപാട് സ്കാംസ് എന്ന് വെച്ചാൽ ഒരുപാട് ചീറ്റിംഗ് കേസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മുടെ പഴയ ആട് തേക്ക് മാഞ്ചിയം നമുക്ക് ഓർമ്മയുണ്ടാവും. കേരളക്കാരനെ ഏറ്റവും കൂടുതൽ പറ്റിച്ചിട്ടുള്ളത് ആട് തേക്ക് മാഞ്ചിയം ഒരു 10-25 വർഷം മുമ്പ്. അന്ന് മുതൽ ഇങ്ങോട്ട് പറ്റിക്കപ്പെടാനായിട്ടുള്ളൊരു ജനതയായിട്ടാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലെ ബാക്കിയുള്ളവർ കാണുന്നത് പറ്റിക്കപ്പെടാനായിട്ടുള്ള ജനതയാണ്. ഈ ആട് തേക്ക് മാഞ്ചിയം എല്ലാം തമിഴിന്റെ അവിടുത്തെ പ്രോപ്പർട്ടിയിൽ വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡോളർ നിങ്ങൾക്ക് അടിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് കൂടുതലും ഉള്ള എല്ലാ നൈജീരിയൻ സ്കാംസും അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സ്കാംസും ഒക്കെ ആയിട്ടാണ്. എന്നാൽ അവന്റെ സ്വന്തം പേര് കറക്റ്റായിട്ട് എഴുതാൻ ഈ പറയുന്നവന് അറിയത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് നമ്മളെ പറ്റിക്കാൻ അവന് നല്ലതുപോലെ അറിയാം. അതില് ഒരു ഉദാഹരണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത് ISROയിൽ നിന്ന് റിട്ടയർ ആയ ഒരു സീനിയർ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഞാൻ 2012 സൈബർ പോലീസ് സ്റ്റേഷനിലെ SHO എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് CI ആണ്. അന്ന് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ സൈബർ പോലീസ് സ്റ്റേഷൻ. കേരളത്തിൽ ഒറ്റ ഒരു സൈബർ പോലീസ് സ്റ്റേഷനേ ഉള്ളൂ. അപ്പൊ അന്ന് നമ്മുടെ ഈ കുണ്ടറയിലൊക്കെ CI ആയിരുന്ന ഒരു ഇക്ബാൽ സാറുണ്ട്. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഇക്ബാൽ സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം പെൻഷൻ പറ്റി. അദ്ദേഹമാണ് സൈബർ സ്റ്റേഷനിലെ DYSP. അപ്പൊ ഞാൻ CI ആണ്. അപ്പൊ അവിടെ ഉള്ള ഒരു സ്റ്റാഫിന് ഒരു SBIയുടെ മാനേജർ ഒരു ഇൻഫർമേഷൻ കൊടുത്തു. സാർ, ഒരാളുടെ ഒരു ISROയുടെ ഒരു സ്റ്റാഫായിരുന്നു, റിട്ടയർ ആയതാണ്. അയാളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് അൺയൂഷ്വൽ ആയിട്ടുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. എന്തോന്ന് മനസ്സിലാവുന്നില്ല. നമ്മളടുത്ത് പറഞ്ഞിട്ട് അയാളൊന്നും പറയുന്നുമില്ല. അയാൾക്ക് എന്താ ലോട്ടറി അടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ലോട്ടറി അടിച്ചിട്ട് പൈസ ഇങ്ങോട്ട് വരുന്നതിന് പകരം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഒരു കാര്യം വിളിച്ച് സംസാരിക്കാം. അപ്പോൾ ഇക്ബാൽ സാർ അയാളെ വിളിച്ച് സംസാരിച്ച് ഏകദേശം ഒരു 10-60 വയസ്സിന് മേളുണ്ട്. ISRO റിട്ടയർ ആകുമ്പോൾ 60 വയസ്സാവും. 62 വയസ്സുണ്ട്. അപ്പൊ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അയാൾക്ക് 5 ലക്ഷം പൗണ്ട് UK പൗണ്ട്സ് അയാൾക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്. അപ്പം ഈ ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടല്ലേ കിട്ടുന്നത്? അല്ല, അത് കിട്ടും. അത് ഞാൻ കുറെ സർവീസ് ചാർജുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇയാളുടെ ട്രാൻസാക്ഷൻസ് മൊത്തം എടുത്ത് നോക്കിയപ്പോൾ ഒരു 10-15 തവണയായിട്ട് മൊത്തം പോയിരുന്നത് 97 ലക്ഷം രൂപയാണ്. 97 ലക്ഷം രൂപ 2012 ഇപ്പോഴത്തെ എന്താവും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് 10-15 വർഷം മുമ്പുള്ളൂ. അപ്പൊ അയാളുടെ എത്ര പറഞ്ഞാലും അയാൾക്ക് മനസ്സിലാവില്ല. നിങ്ങളെ പറ്റിക്കാണ്, നിങ്ങൾ വീണ്ടും വിട്ടുകൊടുത്തോണ്ടിരിക്കുന്നത് എന്തിനാണ്? നിങ്ങളൊരു കാര്യം ചെയ്യും, എന്തെങ്കിലും സർവീസ് ചാർജോ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ളതിൽ കിഴിച്ച് തന്നാൽ പോരെ എന്ന് വെച്ചിരിക്കുമ്പോൾ അതൊക്കെ നിങ്ങളുടെ അസുഖ കാരണമാണ്. കാര്യം പിന്നെ എനിക്ക് എന്തെങ്കിലും കിട്ടുന്നതിന് നിങ്ങൾക്ക് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഏറ്റവും ആദ്യം അടി കൊടുക്കേണ്ട ബാങ്ക് മാനേജർക്കാണ്. അയാളാണ് ഇത് മൊത്തം കുളവാക്കിയത് എന്നാണ് അയാൾ പറയുന്നത്. അയാൾ പറയുന്നത് എനിക്ക് 5 ലക്ഷം പൗണ്ട് കിട്ടുമ്പോഴത്തേക്ക് അന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളൊക്കെ എന്നാണ്. എത്ര പറഞ്ഞിട്ട് അയാൾക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല എന്നുള്ളത്. ഇപ്പോഴും ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പോലും എൻ്റെ ഓഫീസിൽ ഒരു സ്ത്രീ അതിനു മുമ്പുള്ള കാര്യം കൂടെ പറയാം. ഇപ്പൊ 2 ആഴ്ച മുമ്പ്, ഇപ്പൊ നിങ്ങൾക്ക് പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടാവില്ല, കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ കുറെ സ്ത്രീകളെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്
അത് ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അതായത് കേന്ദ്രത്തിൽ നിന്ന് ഒരു ലോൺ ഉണ്ട്, ഇൻഡസ്ട്രിയൽ ബോർഡുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ലോൺ ഉണ്ട്, നിങ്ങൾക്ക് 1.5 കോടി വരെ ലോൺ കിട്ടും. അപ്പോൾ ആ ലോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു എമൗണ്ട് അടക്കേണ്ടതുണ്ട്, ഒരു സർവീസ് ചാർജ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് അടക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് മിക്കവാറും പറ്റിക്കപ്പെടുന്നതെല്ലാം സ്ത്രീകളുമായിരുന്നു അവിടുത്തെ. കാരണം ഈ പറ്റിച്ചതും സ്ത്രീകളാണ്, കൂട്ടത്തിൽ ഒരു പുരുഷനുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ പറ്റിച്ചതും സ്ത്രീകളാണ്. അത് ഒരു സ്ത്രീ തന്നെ ഏകദേശം 1,30,00,000 രൂപയോളം. എന്നാൽ അവർക്ക് അതൊന്നും ഉള്ളവരല്ല, വലിയ പൈസയൊന്നും ഉള്ളവരൊന്നുമല്ല. 1,30,00,000 വരെ കടക്കിലുള്ള ഒരു സ്ത്രീ ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രം, അത് അവരുടെ മാത്രമല്ല, അവരുടെ പ്രോപ്പർട്ടിയും മറ്റു കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ബാക്കി അയൽക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച്, ഇവിടെ ബന്ധുക്കളുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഒക്കെയാണ് 1,30,00,000 രൂപ. അവർ കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നത് 1.5 കോടിയാണ് ലോണായിട്ട്. ഈ 1.30 വരെ ഓൾറെഡി ഇവർ കൊടുത്തു കഴിഞ്ഞു. ഇവർക്ക് എന്നിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇപ്പം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റവർ ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല. അവരുടെ ഇപ്പോൾ കാശ് അടയ്ക്കാൻ പറയുമ്പോൾ ഇനി ഞാൻ അടക്കത്തില്ലെന്ന് അവർ പറഞ്ഞപ്പോൾ ഫോൺ കട്ട് ചെയ്ത് പോയി. അവരെ ആൾക്കാരൊക്കെ നമുക്കറിയാം, നമ്മളവരെ ഇപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരാളെ നമ്മൾ അറസ്റ്റ് ചെയ്തു, ഇനി 2 പേരും കൂടെ അതിനകത്തുണ്ട്. അവർ കോടതിയിൽ ബെയിലിന് വേണ്ടി പോയിരിക്കുക. അതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇവർക്ക് എല്ലാവരും ഇപ്പം കഴിഞ്ഞൊരു ഒരാഴ്ച കൊണ്ട് അവരവിടെ ഈ പണം വാങ്ങിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിന് ഫ്രണ്ടിൽ പോയിട്ട് സത്യാഗ്രഹം കിടക്കാണ് ഒരു 4-5 സ്ത്രീകൾ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, പോലീസിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം നിയമപരമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരെ പിടിച്ചു നിർത്തി, കുത്തിനെ പിടിച്ചു നിർത്തി കാശ് വാങ്ങിച്ച് തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. അതൊന്നും പോലീസിന്റെ പണിയല്ല. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെന്ററി എവിഡൻസുകളൊക്കെ എടുത്ത് നമ്മളത് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയുമായിട്ട് ബന്ധപ്പെടുത്തി അങ്ങനെ പോകുമ്പോൾ ഇവരുടെ പേരിൽ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ പേരിൽ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്ത്, ഇതിനൊക്കെ നിങ്ങൾ ഈ പറയുന്ന സമയമല്ല, സമയങ്ങൾ ഒത്തിരി എടുക്കും. തന്നെ കേച്ചേരി ഫിനാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് പുനലൂർ അവിടെ എത്രയോ കോടിക്കണക്കിന് രൂപയുടെയാണ് പറ്റിപ്പ്. 500 കോടിക്ക് പുറത്തു പോകും. എത്രയോ ആൾക്കാർ അവർ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതും ആ കേസും പുല്ലൂരത്തെ കേസാണ്, നമ്മളിപ്പോൾ ക്രൈം ബ്രാഞ്ചിനുണ്ട്. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യാം, നിങ്ങളുടെ കയ്യിലുള്ള ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് പ്രൊക്യൂർ ചെയ്യാം, അത് പിന്നെ കോടതിയിൽ കൊടുക്കാം, കോടതിയിൽ കേസ് പോകും. എന്നിട്ട് അയാളെ വേണമെങ്കിൽ പിടിച്ചകത്തിടാം. അയാൾ കുറേ കാലം കഴിയുമ്പോൾ അയാൾ ഇറങ്ങി വരും, അയാൾ കേസ് വാദിക്കും, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് വക്കീൽ കേസ് വാദിക്കും. അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ആകെയുള്ളത് അയാളുടെ പേർക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി, ഒന്നെങ്കിൽ വസ്തുവകകൾ, അല്ലെങ്കിൽ കാർ, അല്ലെങ്കിൽ ബൈക്ക്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യിപ്പിക്കാം. പക്ഷെ അറ്റാച്ച് ചെയ്ത് ഒരു 10-25 വർഷം കേസുകൾ നടത്തി അവസാനം ചിലപ്പോൾ ഈ അറ്റാച്ച് ചെയ്തേക്കുന്ന പ്രോപ്പർട്ടി എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് 20 കോടിക്ക് താഴെ കണ്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ എനിക്ക് അങ്ങനെ തോന്നുന്നു ഉള്ളത്. പക്ഷേ ഇയാൾ പറ്റിച്ചേക്കുന്നത് ഏകദേശം ഒരു 10-700 കോടി, അതിലും പുറത്ത് വന്നിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 1 ലക്ഷം രൂപ കൊണ്ടു ചെന്ന് അവിടെ ഇട്ടു, അവസാനം കേസ് എല്ലാം കഴിഞ്ഞു, സെറ്റിൽമെന്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് 1,500 2,000 രൂപ കിട്ടും. എന്ത് പറയാം, 10-25 വർഷം കഴിയുമ്പോഴുള്ളതാണ്. അത് നമുക്ക് അല്പലാഭം, നമ്മൾ പണ്ട് പറയില്ല, അല്പലാഭം വരും ചെയ്തോ. SBIയുടെ അല്ലെങ്കിൽ ഇന്ത്യ ബാങ്കിന്റെ, കാനറ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ കൊണ്ടുപോയി നിങ്ങൾ ഇടുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 7%, 8% പലിശ കിട്ടത്തുള്ളൂ. അത്രേ കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഫണ്ട് എപ്പോഴും സെക്യൂർഡ് ആയിരിക്കും. അതേസമയം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ 12% വരെ പലിശ തരാമെന്ന് പറയും. അപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ്. 12% പലിശ പറയുമ്പോഴത്തേക്ക് 100 രൂപയ്ക്ക് നമുക്ക് 1 രൂപയാണ് ഒരു മാസം. ഈ ഒരു ചെറിയ വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറ്റിക്കപ്പെടുന്നത്. അത് പക്ഷേ ഈ സൈബറിന്റെ വ്യൂവിൽ വരുന്നില്ല. ഈ സൈബർ കുറ്റകൃത്യത്തിന് ഞാനീ പറഞ്ഞു, ഈ സാമ്പത്തിക കുറ്റം ഇത് മാത്രം. സാമ്പത്തികം പോലെ ഞാനീ പറഞ്ഞില്ലേ, നൈജീരിയൻ സ്കാംസ് എന്ന് പറയും. നിങ്ങൾക്ക് ഈ ലോട്ടറി അടിച്ചു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലോൺ തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പറ്റിക്കുന്ന സാധനങ്ങളൊക്കെ പലപ്പോഴും ഉത്തരേന്ത്യൻ ലോബികളാണ്. ഉത്തരേന്ത്യയിൽ ഇപ്പം ഏതെങ്കിലും ഒരു, അപ്പം നിങ്ങൾ പറയും ഇന്ന അക്കൗണ്ട് നമ്പറിലേക്കാണ് ഞാൻ ഈ പൈസ അയച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് നമ്പർ തരും. ഈ അക്കൗണ്ട് നമ്പർ തിരക്കി നമ്മൾ ഉത്തരേന്ത്യ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഏതെങ്കിലും ഒരു കർഷകന്റെ ഒരു അക്കൗണ്ട് ആയിരിക്കും. അവൻ ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉള്ളത് പോലും അവനറിയത്തില്ല. അവന് ഈ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് അവന്റെ കയ്യിലുള്ള ആധാർ കാർഡോ അല്ലെങ്കിൽ അവന്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു കാർഡ് എടുത്ത് വെച്ചിട്ട് അവർ അക്കൗണ്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 500 രൂപ അവന് കൊടുക്കുന്നു കഴിഞ്ഞാൽ അവന് സന്തോഷമായി. അവന് 500 രൂപ വലിയ കാര്യമാണ്. അവന്റെ കാർഡ് കൊടുക്കും. അവന്റെ കാർഡ് കൊടുക്കുമ്പോഴത്തേക്ക് അത് വെച്ചിട്ട് അവരവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ഈ പൈസ അക്കൗണ്ടിലേക്ക് എപ്പോൾ വരുന്നോ ആ പൈസ വിഡ്രോ ചെയ്തിട്ട് അവരവർ വഴിക്ക് പോകും. പിന്നീട് ഇത് ആരാണ് വിഡ്രോ ചെയ്തതെന്നോ ആര് എന്ത് ചെയ്യുന്നോ പോലും നമുക്കറിയില്ല. അപ്പൊ ഇങ്ങനെയാണ് അവിടുത്തെ സ്കാംസ് നടക്കുന്നത്. കാരണം യാതൊരു പഠിത്തവും ഇല്ലാതെ ഇത് ചെയ്യുന്നതെന്ന് കൂടെ ആലോചിക്കണം. അപ്പോൾ അതൊന്ന്. 2, ഈ കോവിഡ് കഴിഞ്ഞതിൽ പിന്നെ വന്നിട്ടുള്ള സൈബർ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഫോൺ വെച്ചിട്ടുള്ള ഏറ്റവും കൂടിയ പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പോക്സോ കേസുകളാണ്. ഈ പിന്നെ പോക്സോ കേസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന കേസുകളാണ് പോക്സോ കേസുകൾ. അതിൻ്റെ ഏറ്റവും വലിയ ബേസ് ഞാൻ മനസ്സിലാക്കി. കാരണം കൊറോണയ്ക്ക് മുമ്പ് ഒരു വർഷം ഒരു 2-3 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു മാസം തന്നെ 8-10 കേസുകളാണ്. ഇതിന്റെ എല്ലാ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ കൊച്ചു കുട്ടികളുടെ കയ്യിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്ന ആ മൊബൈൽ ഫോണുകളാണ് അല്ലേ. കൊറോണ പീരീഡിൽ നമ്മൾ കൊറോണയ്ക്ക് മുമ്പ്
അവനവൻ്റെ കുട്ടികൾ ഏതെങ്കിലും ഫോൺ എടുത്ത് കൈ പിടിക്കുമ്പോൾ തന്നെ എടാ അവനാണ് വെച്ചിട്ട് നീ പോയി പഠിക്കാൻ നോക്കും, നീ ഞാൻ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കും. ഇപ്പോൾ അത് പറ്റുമോ? ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവൻ ഫോൺ എടുത്ത് വെച്ച് എന്ത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല, പഠിക്കാമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവൻ സ്കൂളുമായിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞ അവിടെ നിന്ന് കൊടുത്തേക്കുന്ന എന്തെങ്കിലും വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും ബ്രൗസ് ചെയ്തവൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാന്ന് പറയുന്നത്, അവനായാലും അവളായാലും. അപ്പോൾ ഇതിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കും അല്ലെന്നുണ്ടെങ്കിൽ എവിടെ ഈ രക്ഷകർത്താക്കൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. അവസാനം ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ പിന്നെ ഇറങ്ങിപ്പോവോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വന്ന് ടീച്ചറിൻ്റെ അടുത്ത് ചെയ്യുമ്പോഴാണ് കൗൺസിലേഴ്സിൻ്റെ കൊടുത്തിട്ട് അവിടെ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പോലീസ് സ്റ്റേഷനിൽ തൊട്ട് ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ടുള്ളത്. അതും ഈ ഭാഗത്തുനിന്നുള്ള സൈബർ ഭാഗത്തുനിന്ന് ഏറ്റവും വലിയ അതിനകത്തൊരു തമാശ കലർന്ന ഒരു സാധനമുണ്ട്. കാരണം തെന്മല പോലീസ് സ്റ്റേഷനിലെ ഒരു സംഭവമാണ്, ഞാൻ പേര് പറഞ്ഞത് ഇടവൻ ഭാഗത്താണ്. ഒരു പയ്യൻ അവിടെ കിടന്ന് കറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് 2 ദിവസമായിട്ട് അവിടെ കിടന്ന് പിന്നെ കറങ്ങുന്നു സാറേ എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് ഒരു പഞ്ചായത്ത് മെമ്പർ വിളിച്ചു. എവിടത്തെയാണെന്ന് അറിയത്തില്ല സാറേ, ഒരു പയ്യൻ 2 ദിവസമായിട്ട് കിടന്ന് കറങ്ങുന്നുണ്ട്, രാത്രിയൊക്കെ ഏതെങ്കിലും കടത്തിൻ്റെ കാരണം പകല് പിന്നെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ പറയും. അപ്പം നമ്മൾ ചെയ്യുന്ന സംഭവം. അപ്പോൾ അവനെ വിളിച്ചു, അവനെ കൊണ്ടുവന്ന് നോക്കിയപ്പോഴത്തേക്ക് മലപ്പുറത്ത് നിന്ന് വന്നൊരു പയ്യനാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചിട്ട് കിട്ടിയില്ല. പിന്നെയാണ് പറയുന്നത് സാറേ ഞങ്ങൾ വാട്സാപ്പിൽ ആദ്യം ഫേസ്ബുക്കിലുണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തിട്ട് നമ്പർ എടുത്തു. അതിനുശേഷം ഈ ഒരു പിന്നെ ചാറ്റിങ് തുടങ്ങിയത് നമ്മുടെ ഇതിനകത്ത് ഫോണിനകത്താണെങ്കിൽ ചാറ്റിങ് തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു പെൺകുട്ടിയായിട്ട് ചാറ്റിങ് നടക്കുന്നത്. അപ്പോൾ സ്ഥലം ചോദിച്ചപ്പോഴത്തേക്ക് ഇടപെടാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അതിനകത്ത് ഒരുപാട് അങ്ങ് അടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ വരാം, അപ്പം എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പം അവൾ പറഞ്ഞു കുഴപ്പമില്ല, നീ വന്നാൽ മതി, നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഫേസ്ബുക്കിലായാലും വാട്സാപ്പിലായാലും നമ്മുടെ DP ഇട്ടേക്കുന്ന ഒരിക്കലും നമ്മുടെ ആവണമെന്നില്ലല്ലോ, ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു DP നമുക്കിടാം. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് ചാറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഇഷ്ടമൊക്കെ ആയി എല്ലാം കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് ഈ പയ്യനെ കാണണമെന്ന് പറഞ്ഞു, പെണ്ണിനും കാണണമെന്ന് ആഗ്രഹമുണ്ട് അവനും. അപ്പോൾ ഒരു കാര്യം ചെയ്ത് ഈ കയറി വന്നു. ഈ പയ്യന് 16 വയസ്സേ ഉള്ളൂ എന്നൊക്കെ. അവൻ അവിടുന്ന് വണ്ടി പിന്നെ ഇവിടുന്ന് ഒരു ലൊക്കേഷൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇന്നടുത്ത് പോകാമെന്ന് പറയും. ശരി, അങ്ങനെ അപ്പം അവൻ അങ്ങനെ വന്ന് ഇറങ്ങിയതാണ്. അവിടുന്ന് കൊല്ലത്തുനിന്ന് അടുത്തൊരു ബസ് കയറി കൊട്ടാരക്കര ഇറങ്ങി, കൊട്ടാരക്കര പിന്നെ തെങ്കാശി പോകുന്ന വണ്ടി കയറി ഇറങ്ങി. അപ്പം എടമൺ വരെയുള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന റൂട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ശരി, ആ റൂട്ടിലേക്ക് നടന്നു. കുറച്ച് ദൂരമൊക്കെ നടന്ന് പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്കൊണ്ട് ആ ഫോൺ കട്ടായി പോയി. ആ ഫോൺ കട്ടായി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഫോണിൽ എടുക്കുന്നില്ല. ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ഈ പെണ്ണ്. അപ്പോൾ ഇനി ഇത് സ്വിച്ച് ഓൺ ആവാൻ വേണ്ടിയിട്ട് കിടന്ന് കറങ്ങി കിടക്കുക. എവിടെ നിന്നിട്ട് കണ്ടുപിടിക്കാനും കഴിയുന്നില്ല. അവൻ ഈ ലൊക്കേഷനിൽ എത്തുകയും ചെയ്തു. എന്നാൽ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുകയാണ്. ഇത് എവിടെ എത്തി എന്നുള്ള അറിയില്ല, ഏതാണ് ഈ പെണ്ണിൻ്റെ വീടെന്ന് അറിയത്തില്ല, പെണ്ണിനെ കണ്ടാലും അറിയത്തില്ല. അങ്ങനെ കുറേ കിടന്ന് കറങ്ങി. അപ്പോൾ അവസാനം നമ്മൾ ഈ ഫോൺ നമ്പർ എടുത്ത് വെച്ച് CDR കൊടുത്തിട്ട് നമ്മൾ ട്രേസ് ചെയ്ത് പോയപ്പോഴത്തേക്കാണ് അവിടെ അടുത്തുള്ളൊരു പെണ്ണാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു വനിതാ പോലീസിനൊക്കെ അങ്ങോട്ട് നമ്മൾ അയച്ചു, നമ്മൾ ആളിനെ അറിയിക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ അടുത്ത് പോയി എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോഴത്തേക്കാണ് അവൾ പറഞ്ഞ് എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ DP ഒക്കെ കണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, കുറേ ഫോട്ടോസൊക്കെ അയച്ചിരുന്നു, ആ നല്ല സുന്ദര ചെറുക്കനായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്ന് അവനെ നോക്കിയപ്പോഴത്തേക്കുണ്ട് ഈ ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ല. ഈ പെണ്ണ് പറയുന്നത് ആ പട്ടി പോലും അവൻ്റെ പിന്നെ അവൻ്റെ അടുത്ത് മൂത്രം ഒഴിക്കത്തില്ല, പട്ടി പോലും അവൻ്റെ കാലിൽ പോയി മൂത്രം ഒഴിക്കത്തില്ല, ഇത് കണക്ക് അവൻ എനിക്ക് അവന് വേണ്ട പറഞ്ഞനുസരിച്ച് അവനെ എനിക്ക് വേണ്ട. അവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത്രയും ബുദ്ധിമുട്ടി അവൻ ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ 16 വയസ്സുള്ള പയ്യൻ ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അവസാനം നേരിട്ട പയ്യനെ കണ്ടപ്പോഴത്തേക്കാണ് പറയുന്നത് എനിക്ക് ഈ സാധനം വേണ്ട, ഞാൻ അതൊരു കട്ട് ചെയ്ത് പറഞ്ഞു. ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ സൈബറിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംഭവം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ചതിക്കുഴികൾ അതിനകത്തുണ്ട്. അതേപോലെ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടി കാസർഗോഡ് പോയി ഇറങ്ങിയത്. അതും ഇതുപോലെ ഫേസ്ബുക്ക് വഴി മെസ്സഞ്ചർ വഴി പരിചയപ്പെട്ട് കാസർഗോഡാണോ കോഴിക്കോടാണെന്ന് ഞാൻ പറഞ്ഞു, കോഴിക്കോടാണെന്ന് പറഞ്ഞു. കോഴിക്കോട് കാസർഗോഡ് പോയി ഇറങ്ങി. അവിടെ പോയി ഇറങ്ങി നോക്കിയപ്പോഴത്തേക്കാണ് പിന്നെ 67 വയസ്സുള്ള കളവ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ. അത് നിങ്ങൾ പണ്ട് എനിക്ക് 2-3 വർഷമായി കാണത്തേ ഉള്ളൂ, കൊറോണയുടെ പീരീഡിലാണ്, അതിൻ്റെ തൊട്ട് മുമ്പാണെന്ന് തോന്നുന്നു. ഒരു 3 എത്ര ഒരു വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അത് 19 വയസ്സുള്ള പെണ്ണാണ്. ഇതെല്ലാം കൂടെ കണ്ട് ഇഷ്ടപ്പെടും. അവിടെ പോയപ്പോഴത്തേക്ക് 67 വയസ്സുള്ള കളവൻ അവിടെ വന്നിരിക്കുന്നത് മനസ്സിലായില്ലേ. 67 വയസ്സുള്ള കിളവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ദേഷ്യം വരേണ്ട കാര്യമില്ല. എനിക്ക് ഏകദേശമൊക്കെ പ്രായമാറായി, കിളവൻ എന്ന് പറയാറായിട്ടില്ല. എന്നാൽ